ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശ്രീ ആർ.വി. ബാബു കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ആർ.വി. ബാബു, അങ്ങനെ ഒരു കാര്യക്ഷമത, അങ്ങനെ ഒരു ഉത്തരവാദിത്തം പ്രകടമാക്കാതിരുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഈ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അറിയുന്നത് പോലും എന്നുള്ളതാണ്. ഇപ്പൊ പി എസ് പ്രശാന്ത് പറയുന്നു എന്നെ കള്ളനാക്കിയില്ലേ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലല്ല ഈ കാര്യങ്ങൾ കാണാതെ പോയത് എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് സംബന്ധിച്ച് അന്വേഷണം കൃത്യമായി വേണ്ടതല്ലേ? അല്ലെ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് അങ്ങേയറ്റം കെടുകാര്യസ്ഥതയാണ്, ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ്, ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം എന്നുള്ള കാര്യം ഞങ്ങളിതൊക്കെ എത്രയോ കാലമായി പറയുന്നു. കാരണം ഞങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ എടുക്കൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എടുക്കൂ. ആ ഓഡിറ്റ് റിപ്പോർട്ടില് ക്രമക്കേടുകളുടെ പെരുമഴയാണ് അതിനകത്ത്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡില് വേണ്ടത്ര രീതിയിലുള്ള ഓഡിറ്റ് നടക്കുന്നില്ല, ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല. സ്ട്രോങ് റൂമിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് അറിയില്ല, അതിനെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് ഇല്ല, ഇൻവെന്ററി രേഖപ്പെടുത്തുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ എത്രയോ കാലമായി ഉന്നയിക്കുന്നു. ഇവര് സ്വകാര്യ ക്ഷേത്രങ്ങളില് അമ്പലം വിഴുങ്ങികളാണ്, അതുകൊണ്ട് ഞങ്ങള് സർക്കാർ ഏറ്റെടുക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അമ്പലം വിഴുങ്ങികൾ ആരാണ്? യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് ആരാണ്? ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെടുത്തുന്നത് ആരാണ്? ക്ഷേത്ര സ്വത്തുക്കള് തട്ടിയെടുക്കുന്നത് ആരാണ്? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡിലേക്കാണ്. ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ ഭരിച്ചവർക്ക് നേരെയാണ്. ഇതിപ്പോ ഒരു പ്രശാന്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ സ്വർണപീഠം കാണാതെ പോയി എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോഴാണ് ദേവസ്വം ബോർഡ് അറിയുന്നത് എന്ന് വരുമ്പോ എന്ത് ഭരണമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞിരിക്കാൻ വെളിപ്പെടുത്തൽ നടത്തിയത്. കാരണം ഈ പീഠം കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം അത് കൊടുത്തതാണ്, അത് കാണാനില്ല എന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ആരോപണം. അല്ല, അത് ഇനി ഇതാക്കി അങ്ങനെയല്ലാതെ ഇനി പറയാൻ രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇനി വേറെ രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇനി അയ്യപ്പ സംഘമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി RSS ആണെന്ന് പറഞ്ഞു കളയും, എന്തും പറയും. കാരണം ഇതിനെ സംബന്ധിച്ച് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ്, പെരുവഴിയിൽ മുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ദേവസ്വം ബോർഡിന്. അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് നേട്ടം ഇപ്പോൾ ദേവസ്വം ബോർഡിനുണ്ടായി? ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താണ്? ഭരണപരമായ വീഴ്ചകൾ എന്താണ്? കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെ ദേവസ്വം ബോർഡ് ചിതറിക്കിടക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേപോലെ അനവധി ഉണ്ണികൃഷ്ണൻ പോറ്റിമാര് കൂടിയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, താൻപോരിമയുടെ അത്തരത്തിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പുനർചിന്തനം നടത്തണം. ഇതിന്റെ ഭരണഘടനാപരമായ വ്യവസ്ഥ പുനർചിന്തനം നടത്തണം. ഇത് വിശ്വാസികൾ ഭരിക്കണം. വിശ്വാസികൾക്ക് കൃത്യമായ മേധാവിത്വമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം. ഇതൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അന്നൊക്കെ ഞങ്ങളുടേത് വർഗീയ പ്രചരണം. ആർ.വി. ബാബു അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിൽ തന്നെ വളരെ സംശയാസ്പദമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്പോൺസറോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഇത് കാണാനില്ല എന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അത് പൂജിച്ചുവെന്നും അതിന് പേരിൽ പിരിവ് നടത്തിയെന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്പോൺസറെ എനിക്ക് പരിചയമില്ല. എനിക്ക് അറിയില്ല. ഞാൻ സ്പോൺസറെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇവിടെ സ്പോൺസർ ഇതർ സ്പോൺസർ അല്ലെങ്കിൽ ഒരു വ്യക്തി A or B എന്നുള്ളതൊന്നും പ്രസക്തമല്ലെന്നേ. സ്പോൺസർ ഇവരും തമ്മിലുള്ള എന്തെങ്കിലും പങ്കുവെച്ചോടുണ്ടോ? സ്പോൺസർ ബോധപൂർവം പറയുന്നതാണോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കട്ടെ. ഞാൻ പറയുന്നത് സ്പോൺസർ തെറ്റ് കാണിച്ചു അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്നുണ്ടെങ്കിൽ സ്പോൺസർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അവിടെ നിന്ന് ഒരു സാധനം, അയ്യപ്പന്റെ സ്വത്ത് അല്ലെങ്കിൽ ശബരിമലയുടെ സ്വത്ത് അവിടെ നിന്ന് പോകാൻ പാടില്ല. ഒന്നാമത്തേത്, ഒരു കാര്യവും ഒരു അറ്റകുറ്റപ്പണിയും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി നടത്താൻ പാടില്ല എന്നുള്ളത് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒന്ന് ചെയ്യുന്നു, അത് പിന്നീട് എത്താത്തത് ഇത്രയും കാലം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല. എന്തുകൊണ്ട്? അതായത് ദേവസ്വം എന്ന് പറയുന്നത് തന്നെ ദേവന്റെ സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ ഒരു ന്യായവും ഒരു ന്യായീകരണവും അവശേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്.